നമസ്കാരം. ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. അമേരിക്കയുടെ തിട്ടൂരത്തിന് പുല്ല് വില പോലും ഇന്ത്യ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ജനുവരി 13 വരെ 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഇത് കുറയ്ക്കുവാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമില്ല. അതായത് ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. അതിൽ ബാഹ്യശക്തികൾക്ക്, അമേരിക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്തുവാൻ സാധിക്കില്ല എന്ന വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് നൽകുന്നത്. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലൊരു വ്യാപാര ബന്ധമുണ്ടായാൽ ഇന്ത്യ കൊടുക്കുന്ന കാശിൽ നിന്നാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുവാനുള്ള ധനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര ബന്ധം നിർത്തണം, അല്ലെങ്കിൽ അധിക താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് 25% താരിഫാണ്, അധിക താരിഫാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക നടപ്പിലാക്കിയത്. പക്ഷേ ഇതിലൊന്നും ഇന്ത്യ കുടുങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ വളരെ സജീവമായിട്ട് തന്നെ റഷ്യയുമായിട്ട് മുന്നോട്ട് പോയി. വരുന്നത് ഒരു മൾട്ടിപോളാർ വേൾഡാണ്. അമേരിക്കയിൽ നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമമല്ല. ഇന്ത്യക്കും അതിന് വളരെ ശക്തമായ സ്വാധീനമുണ്ട്. ഇന്ത്യ നിയന്ത്രിക്കുന്ന ഒരു ലോകക്രമവും കൂടിയാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻ്റാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയത്. അതായത് വെനസ്വേലയെ US ആക്രമിച്ചതിന് ശേഷം ഇന്ത്യ ഭയപ്പെടും എന്നൊക്കെയാണ് അമേരിക്ക കരുതുന്നത്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള വിലയും ഇന്ത്യ കൊടുക്കുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ഭയമുണ്ട്. അതായത് ഇനി വരുന്ന ഒരു കാലത്തല്ല, ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു കാര്യം. അതായത് ഡോളറിന് പകരം മറ്റൊരു കറൻസിയിൽ വിനിമയം നടത്തുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ ഉണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെയും ഡോളറിലാണ് പരസ്പരം രാജ്യങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങൾ കൈമാറിയിരുന്നത്. എന്നാൽ റഷ്യയുമായിട്ട് ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന റൂബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ രൂപയുടെ അടിസ്ഥാനത്തിൽ വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ ഡോളറിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നു എന്നൊരു അങ്കലാപ്പും അമേരിക്കയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ഊർജ്ജ പ്രതിസന്ധി, അമേരിക്ക മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊള്ളയ്ക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എല്ലാ രാജ്യങ്ങളും റാൻമൂളി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്നൊക്കെയാണ് അമേരിക്ക ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ ശക്തിയുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ഇതിന് ഒരു വിലയും കൊടുക്കുന്നില്ല. അങ്ങനെ ഈ രാജ്യങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ മറ്റൊരു ലോകക്രമം ഉണ്ടാകുന്നു എന്നൊരു ഭയം അമേരിക്കയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചില ഓലപ്പാമ്പുകൾ കാണിച്ച് ഇന്ത്യയെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ അതിനൊന്നും ഒരു വിലയും ഇന്ത്യ കൊടുക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ജനുവരി 13 വരെ 11 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇന്ത്യ ഈ പ്രവൃത്തിയിലൂടെ നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.